ഹലോ, ഹോളും ബ്ലൈൻഡ് ഹോളും ഡ്രിൽ ചെയ്യുക എന്ന സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സെക്ഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഡ്രിൽ ഹോൾ സെന്ററുകൾ അടയാളപ്പെടുത്തുക. ഡ്രില്ലിംഗ് മെഷീനിൽ ശരിയായ സ്പൈൻഡിൽ വേഗത സജ്ജമാക്കുക. ഡ്രോയിങ് അനുസരിച്ച് ഹോളിലൂടെ ഡ്രിൽ ചെയ്യുക. ബ്ലൈൻഡ് ഹോൾ ഡ്രിൽ ചെയ്യാൻ ഡെപ്ത് ബാർ സജ്ജമാക്കുക. ആവശ്യമായ ആഴത്തിലേക്ക് ബ്ലൈൻഡ് ഹോളുകൾ ഡ്രിൽ ചെയ്യുക. ഈ പ്രവർത്തനത്തിന് ആവശ്യമായ മെറ്റീരിയലുകളും ഉപകരണങ്ങളും എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം. ഡ്രില്ലിംഗ് മെഷീൻ, ഡ്രിൽ ബിറ്റ്സ്, സ്പാനർ, വെർനിയർ ഹൈറ്റ് ഗേജ്, ട്രൈ സ്ക്വയർ, വെർനിയർ കാലിപ്പർ, കട്ടിംഗ് ലൂബ്രിക്കന്റ്, മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ്, കട്ടിംഗ് ഫ്ലൂയിഡ് ആപ്ലിക്കേറ്റർ അല്ലെങ്കിൽ സ്പ്രേയർ, കട്ടിംഗ് ഫ്ലൂയിഡ് ചെയ്യാൻ, റഫ് ഫയൽ, സ്മൂത്ത് ഫയൽ, സ്റ്റീൽ റൂൾ, മാർക്കിംഗ് ചോക്ക്, വയർ ബ്രഷ്, ഡ്രിൽ ചക്ക് കീ. ഇപ്പോൾ ഹോളും ബ്ലൈൻഡ് ഹോളും ഡ്രിൽ ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ സീക്വൻസസ് നമ്മൾ നോക്കും. ബ്ലൈൻഡ് ഹോൾസ് ഡ്രില്ലിംഗ് ചെയ്യുമ്പോൾ പരിക്കുകൾ തടയുന്നതിന് സുരക്ഷാ ഉപകരണങ്ങൾ ധരിക്കുന്നത് ഉറപ്പാക്കുക. കൂടാതെ സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പാക്കുക. ആദ്യം റോ മെറ്റീരിയലുകളുടെ വലിപ്പം പരിശോധിക്കുക. പ്രക്രിയ ആരംഭിക്കുന്നതിന് മുമ്പ് ആവശ്യമായ സ്പെസിഫിക്കേഷനുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായി റോ മെറ്റീരിയലുകളുടെ നിലവിലെ ഡയമെൻഷൻസ് പരിശോധിക്കേണ്ടതുണ്ട്. പാരലിസം, പെർപെൻഡിക്കുലാരിറ്റി എന്നിവ നിലനിർത്താൻ ഫയൽ 60x60x19 മില്ലിമീറ്റർ വലിപ്പത്തിലേക്ക് ഫയൽ ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഫ്ലാറ്റ്നെസ്സും സ്ക്വയർനെസ്സും പരിശോധിക്കുക. ആവശ്യമായ വലുപ്പത്തിൽ മെറ്റൽ രൂപപ്പെടുത്തിയ ശേഷം അവ സ്വീകാര്യമായ ടോളറൻസ് ലിമിറ്റിനുള്ളിലാണെന്ന് ഉറപ്പാക്കാൻ ഒരു ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് സർഫേസുകളുടെ ഫ്ലാറ്റ്നെസ്സും സ്ക്വയർനെസ്സും പരിശോധിക്കേണ്ടതുണ്ട്. കൂടാതെ വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് ഡയമെൻഷൻസ് പരിശോധിക്കുക. മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. തുടർന്ന് ഡ്രിൽ ഹോൾ സെന്ററുകൾ അടയാളപ്പെടുത്തുക. ഒരു വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് മെറ്റലിൽ ഡ്രോയിങ്ങുകൾ അനുസരിച്ച് ഡ്രിൽ ഹോളിന്റെ സെന്ററുകൾ അടയാളപ്പെടുത്തുക. ഇനി ഡ്രിൽ ഹോൾ സെന്ററുകൾ പഞ്ച് ചെയ്യുക. അടയാളപ്പെടുത്തിയ പോയിന്റുകളിൽ ഹോളുകൾ സൃഷ്ടിക്കാൻ ഒരു സെന്റർ ഡ്രിൽ ബിറ്റ് ഉപയോഗിക്കുക. ഈ ഡ്രിൽ ചെയ്ത ദ്വാരങ്ങൾ ഫൈനൽ ഹോൾസ് കൃത്യമായി ഡ്രില്ലിംഗ് ചെയ്യാൻ സഹായിക്കുന്നു. ഡ്രില്ലിംഗ് മെഷീനിൽ ജോബ് ഹോൾഡ് ചെയ്യുക. പൈലറ്റ് ഹോൾസ് ഡ്രിൽ ചെയ്യുക. ത്രൂ ബ്ലൈൻഡ് ഹോളുകൾക്കായി പൈലറ്റ് ദ്വാരങ്ങൾ സൃഷ്ടിക്കാനായി സെന്റർ ഡ്രില്ലുകൾ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് 6 മില്ലിമീറ്റർ ഡയാമീറ്ററുള്ള ഡ്രിൽ ബിറ്റ് ഉപയോഗിക്കുക. വലിയ ഡ്രിൽ ബിറ്റുകൾ ശരിയായ പാത പിന്തുടരുന്നുവെന്നും മെറ്റൽ കഷ്ണത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നത് തടയുന്നുവെന്നും പൈലറ്റ് ഹോൾസുകൾ ഉറപ്പുവരുത്തുന്നു.
ഹോളുകളിലൂടെ ഡ്രിൽ ചെയ്യുക. അടുത്തതായി 8.5 മില്ലിമീറ്റർ ഡയാമീറ്ററുള്ള ഡ്രിൽ ബിറ്ററുമായി മാറ്റി സ്ഥാപിച്ച് ഹോളിലൂടെ ഡ്രിൽ ചെയ്യുക. ഹോളിലൂടെ മെറ്റൽ കഷ്ണത്തിലൂടെ കടന്നു പോവുക. ബ്ലൈൻഡ് ഹോൾ ഡ്രിൽ ചെയ്യുക. ബ്ലൈൻഡ് ഹോൾ ഡ്രിൽ ചെയ്യുന്നതിനുള്ള ക്രമീകരണം: ഡ്രിൽ ബിറ്റ് 10.5 മില്ലിമീറ്റർ ഡയാമീറ്ററുള്ള ഡ്രിൽ ബീറ്ററുമായി മാറ്റി സ്ഥാപിച്ച് ആവശ്യമായ 14 മില്ലിമീറ്റർ ആഴത്തിൽ ബ്ലൈൻഡ് ഹോൾ ഡ്രിൽ ചെയ്യുക. ബ്ലൈൻഡ് ഹോളുകളുടെ ആഴം നിയന്ത്രിക്കുന്ന രീതി ഇനി നമുക്ക് കാണാം. ബ്ലൈൻഡ് ഹോൾ ഡ്രിൽ ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും നിർണായകമായ ഭാഗമാണ് ഡ്രിൽ ഫീഡിംഗ് കൺട്രോൾ. ഇതിനായി മിക്ക ഡ്രില്ലിംഗ് മെഷീനുകളിലും ഡെപ്ത് സ്റ്റോപ്പ് അറേഞ്ച്മെന്റ് എന്ന പ്രത്യേക ക്രമീകരണം നൽകിയിട്ടുണ്ട്. സ്പിൻഡിൽ അഡ്വാൻസ്മെന്റ് നിരീക്ഷിക്കുന്നതിനുള്ള ഗ്രാജുവേഷനുകൾ ഉൾക്കൊള്ളുന്നതാണ് ഡെപ്ത് സ്റ്റോപ്പ് അറേഞ്ച്മെന്റ്. പൊതുവെ ബ്ലൈൻഡ് ഹോൾ ഡെപ്ത് ടോളറൻസുകൾ 0.5 മില്ലിമീറ്റർ വരെ കൃത്യത നൽകുന്നു. വർക്ക് പീസിൽ മുഴുവൻ ഡയാമീറ്ററും രൂപപ്പെട്ട് കഴിഞ്ഞാൽ മെഷീൻ നിർത്തി ഡെപ്ത് സെറ്റ് ഗ്രാജുവേഷൻ മാർക്കുകളിലെ റീഡിംഗ് ശ്രദ്ധിക്കുക. പ്രാരംഭ റീഡിംഗ് പറയുക. ഇപ്പോൾ ലോക്ക് നട്ട് ക്രമീകരണം പ്രാരംഭ റീഡിങ്ങിനും ഹോളിന്റെ ആഴത്തിനും തുല്യമാണ്. ലോക്ക് നട്ട് ക്രമീകരണം റീഡിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ സ്റ്റോപ്പ് ക്രമീകരിക്കുക. ഈ അവസ്ഥയിൽ ലോക്ക് നട്ട് ശക്തമാക്കുക. സജ്ജീകരണത്തെ ശല്യപ്പെടുത്താതെ ഹോൾ ഡ്രിൽ ചെയ്യാനും ഡ്രിൽ ഫീഡ് ചെയ്യാനും ഡ്രില്ലിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കുക. ലോക്ക് നട്ട് ആമിലെത്തുന്നത് വരെ ഡ്രില്ലിംഗ് തുടരുക. ആയതിനാൽ ആവശ്യമായ ആഴം ഡ്രിൽ ചെയ്യാനാവുന്നു. എല്ലാ ഡ്രില്ലിംഗും പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും റഫ് അരികുകൾ സ്മൂത്തൻ ആക്കാനും ഡ്രിൽഡ് ഹോളുകളിൽ നിന്നും മെറ്റൽ സർഫസുകളിൽ നിന്നും ബേഴ്സ് നീക്കം ചെയ്യാനും ഒരു ഫയൽ ഉപയോഗിക്കുക. ഇത് വൃത്തിയുള്ളതും മിനുക്കിയതുമായ ഫിനിഷ് ഉറപ്പാക്കുന്നു. ഒരു നേർത്ത കോട്ട് ഓയിൽ പുരട്ടി പ്രിസർവ് ചെയ്യുക. അവസാനമായി റസ്റ്റിൽ നിന്നും കൊറോഷനിൽ നിന്നും മെറ്റൽ കഷ്ണത്തെ സംരക്ഷിക്കാൻ നമ്മൾ എല്ലാ സർഫസിലും ഓയിലിന്റെ നേർത്ത കോട്ട് പ്രയോഗിക്കും. ഈ പ്രിസർവേഷൻ ഘട്ടം പൂർത്തിയായ ഉൽപ്പന്നം നല്ല കണ്ടീഷനിലാണെന്ന് ഉറപ്പാക്കുന്നു. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവയെല്ലാം ചെയ്യാൻ കഴിയും. വെർനിയർ ഹൈറ്റ് ഗുവാജ് ഉപയോഗിച്ച് ഡ്രിൽ ഹോൾ സെന്ററുകളിൽ അടയാളപ്പെടുത്തുക. ഡ്രില്ലിംഗ് മെഷീനിൽ ശരിയായ സ്പിൻഡിൽ വേഗത സജ്ജമാക്കുക. ഡ്രോയിങ് അനുസരിച്ച് ഹോളിലൂടെ ഡ്രിൽ ചെയ്യുക. ബ്ലൈൻഡ് ഹോൾ ഡ്രിൽ ചെയ്യാൻ ഡെപ്ത് ബാർ സജ്ജമാക്കുക. ആവശ്യമായ ആഴത്തിലുള്ള വലിപ്പത്തിലേക്ക് ബ്ലൈൻഡ് ഹോളിലേക്ക് ഡ്രിൽ ചെയ്യുക. ഇതോടെ നമ്മൾ ഈ സെഷന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.